നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദുബായ് വിമാനത്താവളത്തിൽ ഐ ഡിക്ലെയർ സംവിധാനം. കസ്റ്റംസ് നടപടിക്രമങ്ങൾ 4 മിനിറ്റിൽ പൂർത്തിയാകും. കുവൈത്തിൽ വിദേശ വനിതയെ ഭീഷണിപ്പെടുത്തി 3 അംഗ സംഘത്തെ നാടുകടത്തും. വേൾഡ് സ്കോളേഴ്സ് കപ്പ് മബേല ഇന്ത്യൻ സ്കൂളിന് അഭിമാന നേട്ടം. തൃശൂർ സ്വദേശിയെ ഒമാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ജിദ്ദയിൽ നിന്ന് റിയാദിലേക്ക് വിമാനങ്ങളുടെ റോഡ് യാത്ര വൈറലായി ചിത്രങ്ങൾ. അബുദാബിയിൽ പുതിയ 3 സ്കൂളുകൾ കൂടി. വമ്പൻ വിലക്കുറവിന്റെ മെഗാ സ്പെഷ്യൽ ഓഫറുമായി ലുലു ഹൈപ്പർ മാർക്കറ്റ്. ദുബായ് വിമാനത്താവളത്തിൽ ഐ ഡിക്ലെയർ സംവിധാനം. കസ്റ്റംസ് നടപടിക്രമങ്ങൾ 4 മിനിറ്റിൽ പൂർത്തിയാകും. കസ്റ്റംസ് ക്ലിയറൻസിന് ഓൺലൈൻ ഐ ഡിക്ലെയർ സംവിധാനം ഏർപ്പെടുത്തിയതോടെ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ 45 മിനിറ്റിന് പകരം നടപടിക്രമങ്ങൾ 4 മിനിറ്റിനകം പൂർത്തിയാക്കാം. വിമാനം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നിയമവിധേയമായി കൊണ്ടുവരുന്ന വസ്തുക്കൾ, പണം എന്നിവയെക്കുറിച്ച് ഓൺലൈനിലൂടെ വിവരം നൽകാവുന്ന സംവിധാനമാണ് ഐ ഡിക്ലെയർ. വിമാനത്താവളത്തിൽ എത്തിയ ശേഷമുള്ള നടപടിക്രമങ്ങൾ ഗണ്യമായി കുറയ്ക്കാനും സമയം ലാഭിക്കാനും ഇതുമൂലം സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. കുവൈത്തിൽ വിദേശ വനിതയെ ഭീഷണിപ്പെടുത്തി 3 അംഗ സംഘത്തെ നാടുകടത്തും. കുവൈത്തിൽ വിദേശ വനിതയെ ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്ത 3 അംഗ സംഘത്തെ നാടുകടത്തും. കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന 2 അറബ് വംശജർക്കും 1 ഏഷ്യക്കാരനും എതിരെയാണ് നടപടി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈത്ത്. വേൾഡ് സ്കോളേഴ്സ് കപ്പ് മബേല ഇന്ത്യൻ സ്കൂളിന് അഭിമാന നേട്ടം. വേൾഡ് സ്കോളേഴ്സ് കപ്പ് 2024 സ്റ്റോക്ക്ഹോം, സിയോൾ എന്നീ 2 വേദികളിലായി നടന്ന മത്സരങ്ങളിൽ മബേല ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ മികച്ച നേട്ടം സ്വന്തമാക്കി. വർത്തമാനകാലത്തെ പുനർനിർമ്മിക്കുക എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി 45 രാജ്യങ്ങളിൽ നിന്നും 2500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിലാണ് ശ്രദ്ധേയ നേട്ടം മബേല ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മബേല. തൃശൂർ സ്വദേശിയെ ഒമാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ സ്വദേശിയെ ഒമാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂർ എറിയാട് ആറാട്ടുവഴിയിൽ താമസിക്കുന്ന പോണത്ത് ബിജു ആണ് ജഅലാൻ അബു ഹസനിൽ മരിച്ചത്. വർഷങ്ങളോളമായി ജഅലാൻ അബു ഹസനിൽ മത്സ്യവില്പന കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ബുധനാഴ്ച രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് അയക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കത്ത്. ജിദ്ദയിൽ നിന്ന് റിയാദിലേക്ക് വിമാനങ്ങളുടെ റോഡ് യാത്ര വൈറലായി ചിത്രങ്ങൾ. അകത്തുകൂടി വിമാനം പോകുന്നത് കണ്ടിട്ടുണ്ട്, എന്നാൽ റോഡിലൂടെ വിമാനങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ സൗദിയിൽ നിന്നും അത്തരത്തിലൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. സൗദിയിലെ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇതിന്റെ ചിത്രങ്ങൾ വലിയ രീതിയിൽ വൈറലായി. 3 ബോയിംഗ് 777 വിമാനങ്ങൾ ജിദ്ദയിൽ നിന്ന് റിയാദിലേക്ക് കൊണ്ടുപോയത് റോഡ് വഴിയാണ്. വലിയ കൂറ്റൻ ട്രക്കുകളിൽ ആണ് വിമാനങ്ങൾ റിയാദിലേക്ക് കൊണ്ടുപോയത്. ഇതിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. സൗദി എയർലൈൻസിന്റെ വിമാനങ്ങളാണ് കൊണ്ടുപോയത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്. അബുദാബിയിൽ പുതിയ 3 സ്കൂളുകൾ കൂടി. പുതിയ അധ്യയന വർഷത്തിൽ മക്കൾക്ക് സീറ്റ് കിട്ടാതെ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കൾക്ക് ശുഭവാർത്ത. സായിദ് സിറ്റിയിൽ പുതുതായി തുറന്ന 3 സ്കൂളുകളിൽ 5360 വിദ്യാർത്ഥികൾക്ക് പഠനാവസരം. നൂതന സംവിധാനങ്ങളോടെ തുറന്ന സ്കൂളിൽ പ്രാദേശിക വിദേശ സിലബസ് തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട്. അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഓഫീസിന്റെ നേതൃത്വത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് നിർമ്മാണം. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി.
വമ്പൻ വിലക്കുറവിന്റെ മെഗാ സ്പെഷ്യൽ ഓഫറുമായി ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഖത്തറിലെ ഉപഭോക്താക്കൾക്ക് കിടിലൻ ഓഫറുകളുമായി ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരാഴ്ചത്തെ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഉൽപ്പന്നങ്ങളും 25% മുതൽ 50% വരെ വിലക്കുറവിൽ അവതരിപ്പിക്കുന്ന ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ തുടക്കം കുറിക്കുന്നത്. വ്യാഴാഴ്ച തുടങ്ങിയ മെഗാ സ്പെഷ്യൽ ഓഫർ സെപ്റ്റംബർ 18 വരെ നീണ്ടു നിൽക്കും. നിത്യോപയോഗ വസ്തുക്കൾ, ഇലക്ട്രോണിക്സ്, ഫാഷൻ തുടങ്ങിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ആകർഷകരമായ ഡിസ്കൗണ്ട് നിരക്കിൽ ഈ ദിവസങ്ങളിൽ സ്വന്തമാക്കാം. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.